രാവിലെ മാവിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഒന്ന് കലക്കി ഒന്ന് മാറ്റി വയ്ക്കട്ടെ. അപ്പോഴത്തേക്കിന് അടുപ്പത്ത് ചായ തിളച്ച് വരുന്നുണ്ട്. കടല ഞാൻ ഇന്നലെ രാത്രിയിലെ വേവിച്ച് വെച്ചായിരുന്നു. പിന്നെ രാവിലെ എനിക്കതിൽ കടുക് വറുത്താൽ മതി. അപ്പം ഇന്ന് രാവിലെ ദോശയാണെങ്കിൽ ദോശ, ഇഡലി ആണെങ്കിൽ ഇഡലി, അതിന് കടലക്കറിയുണ്ട്. അങ്ങനെ കടലയ്ക്ക് കടുകൊക്കെ വറുത്തു. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. ചായ ഒന്ന് ആറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയത്. ദോശ അങ്ങനെ ഇവിടെ ചിലർക്ക് കട്ടി കുറഞ്ഞത്, കട്ടി കൂടിയത് അങ്ങനെ വേണം. അപ്പോൾ ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കട്ടി കുറഞ്ഞത് വേണ്ടിയവർക്ക് കട്ടി കുറഞ്ഞതും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശയും കടലക്കറിയൊക്കെ വേണ്ടിയവർക്ക് അങ്ങനെ കൊടുത്തു. അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം പോള് പറഞ്ഞായിരുന്നു അവന് കടല ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ പുഴുങ്ങി ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് ചിലപ്പം ടൊമാറ്റോയൊക്കെ അരിഞ്ഞു കൊടുക്കും, അങ്ങനെ വേണമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചാൽ അത് ചിലപ്പം സ്പ്രൗട്ടാക്കിയായിരിക്കും അവൻ ചോദിക്കുന്നതെന്ന്. അങ്ങനെ ഞാനതിങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചോണ്ടേ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞേടാ ഇത്രയും മുള പൊട്ടിയാൽ മതിയോ എന്ന്. അന്നേരം അവൻ പറഞ്ഞു അയ്യോ മുള പൊട്ടിക്കണ്ടായിരുന്നു, എനിക്കല്ലാതാണ്. പിന്നെ ഞാനത് അത്രയും കുറച്ച് മുള വന്ന് ഞാനത് ഇപ്പം ഒന്ന് അടുപ്പത്ത് വെച്ച് ഇച്ചിരി ഉപ്പിട്ടതൊന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുട്ടക്കറി വയ്ക്കാനായിട്ട് കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഇച്ചിരി കടുകും ഇട്ട് കറിവേപ്പില ഇട്ട് അതിൻ്റെ അകത്തേക്കൊരു സവാള, കുറച്ചൊരു 2-3 സവാളയും ഒരു 2 ഉരുളൻകിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞതും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിട്ട് അതൊന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുത്ത്. അപ്പോൾ ആ ഉരുളൻകിഴങ്ങിലെ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കുറച്ച് നേരം ഞാൻ അങ്ങനെ അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ കിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി നേരം കൂടെ ഞാനൊന്ന് അടച്ചു കൊടുത്ത് അതൊന്ന് ടൊമാറ്റോയൊക്കെ ഒന്ന് വാടി വരാനായിട്ട്. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നന്നായി ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കും. ഇതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് അച്ചാറിടാനായിട്ട്. നാരങ്ങയൊക്കെ എനിക്കൊന്ന് അതൊന്ന് ബോയിലാക്കിയിട്ട് അതൊന്ന് അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെക്കണം. അപ്പം ഞാൻ നാരങ്ങ ബോയിലാക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നാരങ്ങയൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്ത് ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് ബോയിലാക്കിയെടുക്കും. അപ്പോൾ അരപ്പൊക്കെ മൂത്തുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മുട്ടയും കടലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ നാരങ്ങ നോക്കുന്നുണ്ട്. ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചൂട് പോയാൽ നാരങ്ങ വെന്ത് പോയാൽ പിന്നെ അത് കുഴപ്പം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി നോക്കി. ഒരു ഇതായണ ഞാൻ പെട്ടെന്ന് അതെല്ലാം കോരിയെടുത്ത് ഇങ്ങനെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് എടുത്ത് നാരങ്ങയുടെ കാര്യം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തോരൻ വെച്ചത്. പയർ തോരൻ. അതിൻ്റെ അടുത്ത് സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്.